ഷാലോസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി ഫിജി. ഈ പുതിയ വർഷത്തിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ന്യൂ ഇയർ എല്ലാവർക്കും നല്ല സന്തോഷത്തോടെയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാനും ഒക്കെ സാധിക്കട്ടെ. പിന്നെ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. ന്യൂ ഇയർ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുറേ കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെല്ലാം അതേപോലെ തന്നെ ചെയ്യാനായിട്ടും തെറ്റുകളൊക്കെ കൂടാതെ ചെയ്യാനും എല്ലാവരോടും പരസ്പര സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയൊക്കെ പെരുമാറാനും ഒക്കെ കഴിയട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഒത്തിരി പ്ലാൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കോംബോകളും ഉണ്ട്, 3 കോംബോ ഉണ്ട്. അതിൽ റീസ്റ്റോക്ക് ചെയ്തൊരു കോംബോയും ഉണ്ട് കേട്ടോ. തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അത് റീസ്റ്റോക്ക് ചെയ്തതുകൊണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതൊക്കെ അനുസരിച്ച് ഓർഡർ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്ലാൻസുകൾ കാണിച്ചു, കുറേ പ്ലാൻസുകൾ ഞാൻ കാണിച്ചു പോകാം കേട്ടോ. ന്യൂ ഇയർ അല്ലേ. അപ്പോൾ പുതിയ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ പ്ലാന്റുകൾ അതിൻ്റെ വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടോയെന്ന് കുറേ പേർക്ക് സംശയമുണ്ട്. അപ്പോൾ അത് നമുക്ക് വേഗത്തിൽ തന്നെ കാണിച്ചു പോകാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് തീർന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചതായിരുന്നു, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഫിലാഡൻഡോൺ വെറൈറ്റി ആണ് കേട്ടോ. ഇത് നമ്മളുടെ പോത്തോസ് വെറൈറ്റി അല്ല, ഫിലാഡൻഡോൺ ആണ് കാറ്റഗറി വരുന്നത്. ഫിലാഡൻഡോൺ ബ്രസീൽ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഒരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ് ബ്രസീൽ എന്ന് പറയുന്നത്. ഇതാ ഇങ്ങനെ കേട്ടോ, യെല്ലോയും ഒരു പച്ചയും കൂടെ ചേർന്നിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ ഇങ്ങനെ ഇത് വന്നാലും ചില ഇലകൾക്കൊക്കെ ആ വേരിഗേഷൻ ഒന്നും ഇല്ലാതെയും വരും കേട്ടോ. ചിലപ്പോൾ നെക്സ്റ്റ് ഇത് വരുന്നത് തളിരുകളൊക്കെ വരുന്നത് ചിലപ്പോൾ വേരിഗേഷൻ ഇല്ലാതെയും കൂടെ വരും കേട്ടോ. പക്ഷെ ഒട്ടുമിക്കലും തന്നെ അങ്ങനെ വരുന്നുണ്ട്. ചിലതിൽ വേരിഗേഷൻ ഉള്ളത് ഇല്ലാതെയും വരും, ചിലതിൽ ഇല്ലാത്തത് വേരിഗേഷൻ ആയിട്ടും വരാറുണ്ട് കേട്ടോ. ഈ ബ്രസീലിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ദാ ഇങ്ങനെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഇത്രയും തന്നെ ഇതുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഹാങ് പോട്ട് ഉണ്ടായിരിക്കില്ല, ഇത്രയും തന്നെ പ്ലാന്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ പോത്തോസ് വെറൈറ്റി ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് നമ്മൾ ഇതാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള നമ്മുടെ എൻജോയ് പോത്തോസ്. പിന്നെ ഉള്ളത് സിങ്കോണിയം വെറൈറ്റിയിൽ ഈ ഒരു ഇതാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാട്ടല്ല. പിന്നെ നമ്മളുടെ അഗ്ലോണിമ വെറൈറ്റി ഇത് നമ്മളുടെ അഗ്ലോണിമ ഗ്രീൻ പപ്പായ ഫുൾ പോട്ട് വന്നേക്കുന്നത്. ഇത്രയൊക്കെ ഷൂട്ടുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. 2, 3, 4, 5, 7 ഷൂട്ടുണ്ട് ഇതിൽ കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക കേട്ടോ. 6, 7 ഷൂട്ടുകളൊക്കെ ആയിട്ടായിരിക്കും വരിക. പിന്നെ വേഗത്തിൽ കാണിച്ചു പോകാം. നമുക്ക് അലക്കേഷ്യയാണ്. അലക്കേഷ്യ ഇത് അലക്കേഷ്യ ഡ്രാഗൺ സ്കെയില് ഇങ്ങനെ കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉള്ളതാണ്. 3, 4, 5 ഷൂട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേരുകളൊക്കെ നന്നായിട്ടുണ്ട്. അലക്കേഷ്യക്ക് നന്നായിട്ട് വെള്ളം വേണം. വേരുകൾ കണ്ടോ, നന്നായിട്ട് പോട്ട് കവർ ചെയ്ത് ഇങ്ങനെ വേരുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അതിൽ കുറേ കിഴങ്ങുകളും ആയിട്ടും വരും. കിഴങ്ങുകൾ ഇപ്പോൾ കാണുന്നില്ല, കിഴങ്ങുകളോടും കൂടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു വന്നോളൂ കേട്ടോ. പിന്നെ ഇതിന് അലക്കേഷ്യക്കൊക്കെ നല്ലോണം വെള്ളം ആവശ്യമുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നല്ല നനവ് വേണം കേട്ടോ. ഡ്രൈ ആയിട്ടിരുന്നതിന് ഇലകൾക്ക് ഒരു കരിച്ചിൽ വരും. പിന്നെ ഉള്ളത് അലക്കേഷ്യയുടെ തന്നെ അലക്കേഷ്യ പോളിയാണ് വരുന്നത്. പോളി ഇങ്ങനെയാണ് വേര് വന്നത് കേട്ടോ. ഇങ്ങനെ ഒരു പോട്ടിലാണ് വരുന്നേക്കുന്നത്. അതിൽ തന്നെ ഒരു പോട്ട് ഇതിലും കൂടെ എടുത്താണ്. അത് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടാണ് അതിൽ വെച്ചേക്കുന്നത്. അതിനുശേഷം പോട്ടുകൾ മാറ്റുന്നതാണ്. പിന്നെ വരുന്നത് പിന്നെ ക്രിപ്റ്റാന്തസിൻ്റെ ഈ വെറൈറ്റി പച്ചയും മഞ്ഞയും കൂടെ ചേർന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചതായിരുന്നു. പിന്നെ ഇത് മോൺസ്റ്റേറയുടെ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് വരുന്നത്. പോട്ട് വരുന്നത് ഫുൾ പോട്ടാണ് വരുന്നത് കേട്ടോ. പോട്ട് നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നത്. നന്നായിട്ട് വേരുകളൊക്കെ താഴത്തേക്കൊക്കെ കണ്ടോ, വേരുകളൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഇതായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ കുറേ പേർക്ക് സംശയമുണ്ട്, വേരുകൾ ഉണ്ടായിരിക്കും. നമ്മൾ വേരുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് നമ്മളുടെ പെഡിലാന്തസ് ആണ്. പെഡിലാന്തസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കണ്ട വേര് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ പോട്ട് വരുന്നത്. അപ്പോൾ ഫുൾ പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ പോട്ട് നിറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ പെഡിലാന്തസിൻ്റെ തന്നെ വേരിഗേറ്റഡ് വെറൈറ്റി ഇങ്ങനെ. ഇതൊക്കെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ചെടികളുടെ ഫോട്ടോ അയക്കാൻ പറഞ്ഞിട്ടോ. ഇത് മിക്കാഡോയാണ് കേട്ടോ. മിക്കാഡോ ഇങ്ങനെയാണ് വേര് വരുന്നത് കേട്ടോ. ഫുൾ പോട്ടാണ് വരുന്നത്. ഒരു പോട്ടിൽ 4, 5 പ്ലാന്റുകളായിരിക്കും. പിന്നെ വരുന്നത് ഫൈക്കസിൻ്റെ തന്നെ മൈക്രോ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ
ഇത് വലുതാവും കേട്ടോ, നല്ല ഭംഗി വരും, നമ്മൾ ബോൾ ഷേപ്പിലൊക്കെ വെട്ടി നിർത്താം. ഈ ഫൈക്കസ് വെറൈറ്റിക്ക് ഒരുവിധം വെയിൽ ആവശ്യമുള്ള പ്ലാന്റുകളാണ്. വെയിലല്ല, നല്ല ചൂട് ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റാണ്. ഡയറക്റ്റ് വെയിൽ കൊണ്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഇനി കൊണ്ടുവന്ന് വെച്ചും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയുള്ള പ്ലാന്റുകളാണ്. നമ്മുടെ ആലിൻ്റെ ഒക്കെ ആ ഒരു ഫാമിലിയിൽ പെട്ടതാണല്ലോ. അപ്പോൾ കുറച്ചൊക്കെ വെയിൽ കൊണ്ടുവന്ന് വെച്ചും കുഴപ്പമില്ല. പക്ഷെ തീരെ വെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ പെട്ടെന്ന് അങ്ങോട്ട് കൊഴിഞ്ഞ് അങ്ങോട്ട് പോവേ. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഉള്ളത് നമ്മളുടെ ഇത് ഫിലാഡൻഡോൺ വെറൈറ്റി, ഫിലാഡൻഡോൺ മൂൺഷൈൻ. ഇതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി, ഇത് 2 വെറൈറ്റി, മൂൺഷൈൻ തന്നെ 2 വെറൈറ്റിയിൽ വരുന്നുണ്ട്. ഇതൊരു വിരിഞ്ഞ ഇലയായിട്ട് വരും, അല്ലാതെ ഒരു ഇലയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് ഇടയ്ക്ക് വരാറുണ്ട് നമുക്ക്. അപ്പോൾ നല്ല വിരിഞ്ഞ ഇലകളൊക്കെ ആവശ്യമുള്ളവർ അത് ഓർഡർ ചെയ്തോളൂ. പിന്നെ വരുന്നത് ഇതാണ് നമ്മളുടെ CC പ്ലാന്റിൻ്റെ ഇത് മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ, ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ നമുക്ക്, ഇത് റേറ്റും കുറവാണല്ലോ, അപ്പോൾ താല്പര്യമുള്ള 2 3 ഒക്കെ വാങ്ങിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു കോംബോയാണ് കാണിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഹവോത്തിയ വെറൈറ്റി. ഹവോത്തിയ 3 വെറൈറ്റിയാണ് ഇതുള്ളത്. ഇതിൽ ബേബി പ്ലാന്റുകളൊക്കെ വരുന്ന വരുവാണ് കേട്ടോ. ഒട്ടുമിക്കയിലും നമുക്ക് ബേബി പ്ലാന്റുകളുണ്ട്. ഇത് കണ്ടോ, ബേബി പ്ലാന്റ് ഇതിൽ കണ്ടോ. ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. എല്ലാം മിനിയേച്ചറാണ്, പക്ഷെ ഇത് തീരെ കുഞ്ഞനാണ് കേട്ടോ. പക്ഷെ അത് മദർ പ്ലാന്റിൻ്റെ ആ ഒരു പരുവത്തിലാണ് കണ്ടോ ഇത് വന്നാണ്ടോ, ബേബി പ്ലാന്റുകൾ വരുന്നുണ്ടോ. അപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്, തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 വെറൈറ്റി ഹവോത്തിയുടെ 3 വെറൈറ്റി കേട്ടോ. ഇത് ഇച്ചിരി കെയറിങ് ആവശ്യമുള്ളതാണ്. നമ്മളുടെ ഇതൊക്കെ പോലെ ക്യാക്ടസ് ഒക്കെ പോലെ. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് മാത്രം ഹാൻഡിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് 3 പ്ലാന്റിനും കൂടെ 350 ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റോക്ക് കഴിഞ്ഞേക്കുമായിരുന്നു, റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ, അത് സ്റ്റോക്ക് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. 350 പ്ലസ് കൊറിയറാണ് വരുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ് കേട്ടോ. തുടക്കത്തിൽ മാത്രം ചെറിയൊരു ശ്രദ്ധ കൊടുക്കുക, അതിനുശേഷം പിന്നെ ഇങ്ങനെ തൈകളൊക്കെ വന്നോളും. പിന്നെ ഉള്ളത് നമ്മുടെ കലാത്തിയുടെ കോംബോയാണ്, കലാത്തിയ ധോത്തി. ഇപ്പോൾ ഈ ആഴ്ചകളിലൊക്കെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള പ്ലാന്റുകളാണ് ഈ കലാത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഈ ആഴ്ചയിൽ ചെയ്യുന്നത്, ഒത്തിരി പേർക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ കലാത്തിയ ധോത്തി ഒരു ഫുൾ പോട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ഒത്തിരി ഷൂട്ടുകളുണ്ട് കേട്ടോ. ഇത്രയും തന്നെ ഷൂട്ടുകൾ ഉണ്ടായിരിക്കില്ല, ഒരു 3 4 ഷൂട്ടുകളായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. ഇതിലിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 5 6 ഷൂട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നു. എടുത്തു വെച്ചത് ഏറ്റവും വലുതായി പോയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ എല്ലാ പോട്ടിലും ഉണ്ടായിരിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ 3 4 ഷൂട്ട് എന്തായാലും ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഏത് പോട്ടിലും ഉള്ളത് അതേപോലെ തന്നെ ആയിരിക്കും വിടുക കേട്ടോ. കലാത്തിയ ധോത്തിയാണിത്. രണ്ടാമത് കലാത്തിയ ക്രിംസൺ. ഇത് ഇങ്ങനെയൊരു സൈസൊക്കെയുള്ള പ്ലാന്റുകളായിരിക്കും. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് റാറ്റിൽ സ്നേക്ക്. ഇങ്ങനെ നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ള, ഞാൻ പറയാറുണ്ടല്ലോ, മക്കിയോനെ റാറ്റിൽ സ്നേക്കുമാണ് ഏറ്റവും കൂടുതൽ കലാത്തിയിൽ ഇഷ്ടം. പക്ഷേ അതിൻ്റെ പാറ്റേൺ നല്ല രസമുണ്ടല്ലോ. ഇതിന് രണ്ടിനും ഒട്ടും കെയറിങ് ആവശ്യമില്ലാത്ത, ഇതിനാണെങ്കിൽ ഒരു ശ്രദ്ധയും വേണ്ട കേട്ടോ, ഒരു ശ്രദ്ധയും വേണ്ട. മറ്റുള്ള പ്ലാന്റുകൾ പോലെ അധികം കരിച്ചിലൊന്നും വരാത്ത പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇത് 3 ഈ കോംബോയിലുള്ളത്. ഈ 3 പ്ലാന്റിനും കൂടെ 900 പ്ലസ് കൊറിയറാണ്, 900 പ്ലസ് കൊറിയർ കേട്ടോ. നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലാണ് 900 പ്ലസ് കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ, സ്റ്റോക്ക് കുറവാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. 900 പ്ലസ് കൊറിയറാണ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കോംബോ ആയിട്ട്, കുറേ പേർക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു കോംബോ ആയിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഇത് ഓറഞ്ച് അറോറ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, പേര് മറന്നു, അഗ്ലോണിമ തന്നെ പേര് മറന്നു, സോറി. ഇത് നമ്മുടെ ഓറഞ്ച് അറോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മൾ നാടൻ വെറൈറ്റി അല്ല കേട്ടോ. ഇത് ഓറഞ്ച് ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും കൂടി കൂട്ടി വെച്ചേക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇരിക്കണം കേട്ടോ, ഇത് നടുക്കിരിക്കണം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പിങ്ക് അറോറയാണ് കേട്ടോ. ഇത് രണ്ടും ഒരേ ഫാമിലിയിൽ പെട്ടതാണ്. അതിൻ്റെ തന്നെ കളറുകൾ രണ്ടും മാറി വരുന്നുള്ളൂ. ഇത് ഓറഞ്ച് അറോറ ആയിട്ട് വരും, ഇത് പിങ്ക് അറോറ വരും. ഇത് ബോർഡർ ഒരു വൈറ്റ് ഒരു പിങ്ക് കളറും ഒക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ 2 പ്ലാന്റിനും കൂടെ 1300 പ്ലസ് കൊറിയറാണ്. അപ്പോൾ നല്ല റേറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. 1300 പ്ലസ് കൊറിയർ. ഇത് ഷൂട്ടുകൾ കൂടുതലുണ്ടായിരിക്കും കേട്ടോ. ഇതിൽ തന്നെ ഒരു 4 5 6 ഷൂട്ടുകളൊക്കെ ഉണ്ട്. ഇത് അതനുസരിച്ച് തന്നെ 3 4 മുകളിലേക്കായിരിക്കും ഷൂട്ടുകൾ വരുന്നത് കേട്ടോ. ഫുൾ പോട്ട് തന്നെയാണ്. ഓരോ പോട്ടിലും എങ്ങനെ വരുന്നു അതങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ. അയ്യോ, നിറച്ച് മണ്ണ് വീഴും.
പിന്നെ എടുത്ത് കാണിക്കാം, കുറച്ച് മണ്ണ് വീഴുക. അതാ ഇങ്ങനെയായിട്ട് വരുന്ന നന്നായിട്ട് വേരുകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ റേറ്റ് കുറവായിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യണവർക്ക് അതനുസരിച്ച് റേറ്റ് ഉണ്ടാവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ പോട്ടാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള റേറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇതിൽ 6-7 ഷൂട്ടുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. 5-ന് മുകളിലേക്കായിരിക്കും എന്തായാലും. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളൊരു വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. 1300+ കൊറിയറാണ്. ഇങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, ഇങ്ങനെ ഫുൾ പോട്ട് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ നല്ല പ്ലാന്റ് ആണ്. 1300+ കൊറിയർ. അപ്പോൾ വേഗത്തിൽ തന്നെ താല്പര്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാണിക്കാനുള്ള. ഇതും കൂടാതെ കുറേ പ്ലാന്റ്സുകൾ നമ്മുടെ കാറ്റലോഗിലുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊക്കെ ഇവിടെ നിന്ന് സെർച്ച് ചെയ്തോളൂ, ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഓർഡർ ചെയ്യുന്ന കാര്യത്തിലോ പ്ലാന്റുകൾ വളർത്തുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം കേട്ടോ. വിളിക്കണമെന്ന് ഒരു പ്രശ്നവുമില്ല. ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അടുത്തയാൾ എടുത്തോളും, ഒരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വിളിച്ചോളാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സംശയങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കേടുകളും ഗ്ലോണിമേഡിലൊക്കെ മെയിനായിട്ടും വരുന്ന എലപ്പേൻ്റെ ഒക്കെ ശല്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോട്ടോ അയച്ചാൽ മതി കേട്ടോ. ഫോട്ടോയും മെസ്സേജും കൂടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ തന്നേക്കാം കേട്ടോ. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തന്നേക്കാം. കുറച്ച് പ്ലാന്റുകളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ അറിവുകൾ അങ്ങനെ വരുമല്ലോ. ഒത്തിരി അറിവുള്ള ആളെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് പോട്ടുകൾ ഉണ്ടായിരിക്കില്ല, അത് പ്രത്യേകം പറയാൻ പറഞ്ഞു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. പോട്ടുകൾ മാറ്റിയിട്ട് എല്ലാ പ്ലാന്റിലും പോട്ട് വിടില്ല. നമ്മൾ പോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ വിടുക. പാക്കിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, പ്ലാന്റുകൾ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. വിതിൻ 2 days കേരളത്തിൽ എവിടെയും പ്ലാന്റ്സുകൾ കിട്ടുന്നുണ്ട്. നമ്മൾ പ്ലാന്റ്സുകൾ വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിൽ കൂടെ തന്നെ തരും. പിന്നെ ഓർഡർ ചെയ്യാനുള്ള കാര്യത്തിന് നിങ്ങൾ ഒരു മെസ്സേജ് തന്നെ തന്നാൽ മതി. ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ വാട്സപ്പിൽ കൂടെ തന്നെ ഞാൻ തന്നേക്കാം കേട്ടോ. ഒരു പ്രശ്നമില്ല. കറക്റ്റായിട്ടും സേഫായിട്ടും നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സുകൾ എത്തും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.